ഞാൻ പറയട്ടെന്ന് നിങ്ങൾ അതിന് ചോദിച്ചോ? നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്നതെന്ന്. അതെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എന്റെ സ്വഭാവം വീട് പ്രസിഡന്റ് പിന്നെന്തോന്നു, ഞാൻ വെറും ചന്തയാണ്, അതറിയാലോ. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടുദ്ധരിച്ച് പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചു. സ്വാഭാവികം. അതിനിടെ ഗോവർദ്ധനിൽ നിന്നും ഭണ്ഡാരിയിൽ നിന്നും പിടികൂടിയതിനേക്കാൾ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളേ. ഈ വിഷയത്തിലുള്ള CPMന്റെ നിലപാട് പാർട്ടിയും ഗവൺമെന്റ് നിലപാട് മുഖ്യമന്ത്രിയും പല തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? ഇന്നത്തെ പത്രസമ്മേളനത്തിലും ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലയിൽ പാർട്ടി എന്നുള്ള നിലക്കോ ഗവൺമെന്റ് എന്നുള്ള നിലക്കോ ഇടപെടുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടെന്നാൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ, പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. ഇന്ന് തന്നെ ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരായിട്ടുള്ള അന്വേഷണം നടക്കാനിടയുണ്ട് എന്നുള്ള വാർത്തയുടെ മേലെയാണ്. അതെ അതെ. പക്ഷെ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്. മാതൃഭൂമി ചാനൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കാനോ LDFന് മാത്രമല്ല പങ്കാളിത്തം എന്ന് തെളിയിക്കാനോ അല്ല. അതെന്താ തനിക്കിപ്പ അങ്ങനെ തോന്നാൻ? ഏതെങ്കിലും UDFന് പങ്കാളിത്തമുണ്ടോ LDFന് പങ്കാളിത്തമുണ്ടോ ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതിനല്ലേ ഒരു അന്വേഷണ സംഘത്തെ വിട്ടിരിക്കുന്നത്. അവര് വല്ലതും കണ്ടെത്തി തെളിയിച്ചാൽ നമുക്ക് നോക്കാം. അതല്ലാതെ ഇപ്പോ ചാനലിൽ അന്വേഷണം നടത്തിയിട്ട് ആരൊക്കെയാണ് പങ്കാളികളെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ സമ്മതിക്കണം. ഞാൻ പറയുന്നത് മാതൃഭൂമി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഉദ്ദേശശുദ്ധിയോടെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ അടൂർ പ്രകാശിനെതിരായിട്ട് അന്വേഷണം നടക്കുന്നുള്ള വാർത്ത സാധാരണ ഒരു CPMനെതിരായിട്ടുള്ള ഒരാൾക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കുമെന്ന് കാണികൾക്കറിയാം. നിങ്ങൾ ഇന്ന് കോൺഗ്രസ് ഇതിൽ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനല്ല ചർച്ച എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തു കാര്യത്തിനും നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. നീ ചൊറിയണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രണ്ടാം ഊഴം LDFന്റെ ഗവൺമെന്റ് കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ അജണ്ട. ഞാൻ പറയട്ടെന്ന് നിങ്ങൾ അതിന് ചോദിച്ചോ? നിങ്ങൾ ക്ഷണിച്ചിട്ടേ വന്നതെന്ന്. അതെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എന്റെ സ്വഭാവം വീട് പ്രസിഡന്റ് പിന്നെന്തോന്നു, ഞാൻ വെറും ചന്തയാണ്, അതറിയാലോ. അത് ഞാൻ പറയുന്നത് നിങ്ങൾ 4 പേരെ CPMനെതിരായിട്ട് പറയാൻ വേണ്ടി കൊണ്ടിരുത്തിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത് ശരിയല്ലെന്നേ പറയുന്നേ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? നിങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ കാണികളോടെ പറഞ്ഞു, നിങ്ങളോടല്ല. മാതൃഭൂമിയുടെ ഉദ്ദേശം ഈ ചർച്ചയിൽ അടൂർ പ്രകാശനോ കോൺഗ്രസിനോ പങ്കുണ്ടോ എന്ന് സ്ഥാപിക്കലോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യലോ അല്ല. നിങ്ങൾക്ക് ഇടതുപക്ഷത്തെയും ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിലേക്കാണ് ചർച്ച, അല്ലാതെ വേറെ നിങ്ങൾ ചർച്ച ചെയ്യുന്നേ. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര. ഇന്നത്തെ ചർച്ച സ്വാഭാവികമായിട്ട് ഇപ്പോൾ CPMന്റെ ഒരാളുടെ പേര് ഈ നിലക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വന്നാൽ മാതൃഭൂമിയുടെ ചർച്ച ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. നീ നിന്റെ പണി നോക്ക്. മാതൃഭൂമി CPMനെ കുറ്റപ്പെടുത്താൻ, അയാളെ കുറ്റപ്പെടുത്താൻ, അത് സ്ഥാപിച്ചെടുക്കാൻ എത്ര കാര്യമായിട്ട് ശ്രമിക്കുക. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ 3 പേരെ കൊണ്ട് അണിനിരത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ വിഷയത്തിൽ LDF ഗവൺമെന്റ് നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. ഈ ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം വേണം, ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ഗവൺമെന്റാണ്. അത് വെച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? അവരന്വേഷിക്കുകയാണ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഗവൺമെന്റ് ഇടപെടില്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യലല്ല, അത്തരം കാര്യങ്ങൾ ആളെ ബോധ്യപ്പെടുത്താനല്ല. ഒരു LDFന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിലടക്കം LDFന്റെ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം ബോധ്യമാണല്ലോ. ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കും അവിടെ UDF ആണ് ഭരിക്കുന്നെങ്കിൽ, അങ്ങനെ അല്ലെന്നുള്ള ആർക്കറിയാതിരിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് അത്ര ന്യായമായ നിലക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ
കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് കുറച്ച് കൂടുതലാ മോനെ. ഇന്നല്ല എന്നും ഇത്തിരി കൂടുതലാണല്ലോ. അല്ല, ഗവൺമെന്റിനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? താങ്കൾ തന്നെ പറഞ്ഞു SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്, ഞങ്ങൾക്ക് അതിൽ റോളൊന്നുമില്ല എന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെയും സംരക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. SIT സംഗതി കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ ഏത് പൗരനും അവകാശമില്ല. നിങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നല്ല. നിങ്ങള് 3 പേരെ അണിനിരത്തിയിട്ടുണ്ടല്ലോ ഇതിനകത്ത്. അങ്ങനെയല്ലേ പ്രകാശൻ മാഷേ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് ചർച്ച അവസാനിപ്പിക്കത്തക്ക നിലയ്ക്ക് ഇപ്പൊ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത് നിരോധിച്ചോ ഈ രാജ്യത്ത്? ആർട്ടിക്കിൾ 19 ഇപ്പോഴും നിലവിലില്ലേ? ഭരണഘടനയൊക്കെ നിലവിലില്ലേ? പിന്നെ നാണക്കെടുത്തി. മാതൃഭൂമി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ നിലക്കും ശ്രമം നടത്തുന്നതാണ് ഈ മാതൃഭൂമി ചാനൽ. ആർക്കറിയാതിരിക്കുന്നേ? മനസ്സിലാക്കി കളഞ്ഞല്ല. ചോദ്യം ചോദിച്ചാൽ എങ്ങനെ അപകീർത്തിപ്പെടുത്തലാവുക? ഇവിടെ എന്ത് അപകീർത്തിയാ ഉണ്ടായത്? എന്ത് അപകീർത്തിയാ ഇപ്പൊ ഉണ്ടായത്? മാതൃഭൂമി എന്ത് അപകീർത്തിയാ പറഞ്ഞത്? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ചർച്ചക്ക് ആധാരമായിട്ട് വിഷയം എന്താ? അതെന്നാ നിനക്കറിയത്തില്ലേ? എനിക്കറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യക്തത വരുത്തിയത് ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം. ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതല്ലേ? നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എനിക്കൊരു പ്രയാസവും ഇല്ല. നിങ്ങളെ ചോദ്യത്തിന് നിങ്ങൾ അധ്യാപകൻ, ഞാൻ കുട്ടിയാ. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇരിക്കാം. നിങ്ങൾ അധ്യാപകൻ, ഞാൻ കുട്ടിയാ അല്ലെന്നല്ലോ. അല്ല, അധ്യാപകരും കുട്ടികൾ മാത്രമാണോ ചോദ്യം ചോദിക്കുക ഒരു രാജ്യത്ത്? നിങ്ങളുടെ ചോദ്യത്തിൽ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യമല്ലേ? ആരോ ചോദിച്ചോട്ടെ. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇന്നത്തെ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ CPM-ന്റെ ബഹുമാനായിട്ടുള്ള പ്രതിനിധി ശ്രീ M. പ്രകാശൻ അദ്ദേഹം വളരെ വയലന്റ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനല്ല, മറിച്ച് ഈ ചർച്ച നടത്തുന്നതിന്റെ ഉദ്ദേശം വിശദീകരിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. പ്രകാശൻ മാസ്റ്റർ ഇന്നും വാസ്തവത്തിൽ ശ്രമിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാനാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ ചോദ്യം വരില്ലേ? കാരണം ജയിലിൽ കിടക്കുന്ന മുഴുവൻ CPM-കാരാണ്. CPM-ന്റെ മുൻ MLA ജയിലിൽ കിടക്കുന്നു. CPM-ന്റെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ജാഥ പോലെ, കൊടിമര ജാഥ പോലെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നത് CPM-ന് നേരെയായിരിക്കും, ഇടതുപക്ഷ സർക്കാരിന് നേരെയായിരിക്കും. ഞങ്ങളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയട്ടെ. സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം, അടൂർ പ്രകാശും പോറ്റിയുമായിട്ടുള്ള ബന്ധം, ആന്റണിയും പോറ്റിയുമായിട്ടുള്ള ബന്ധം ആരോപിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? CBI അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കുകയല്ലേ? അവരെ തള്ളി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് ഇവർ അന്വേഷിച്ചാൽ മതി. എന്റെ ഈശ്വര, എന്റെ നിഷ്കളങ്കത എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? പിന്നെ CBI കേരളക്കാർക്ക് പരിചയമില്ലാത്തതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നത്, ഈത്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണം കൊണ്ടുവന്നത്. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ശബരിമലയിൽ കട്ടിട്ടുള്ള സ്വർണ്ണങ്ങൾ, സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ, ഗോളകൾ, പടികൾ, ഇവിടെ ശബരിമലയിൽ കട്ടുകൊണ്ടുപോയത് എന്തിനാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? അതെന്താ ചോദിക്കുന്നത്? മറുപടി. പ്രധാന ചർച്ചാ വിഷയമാണ് സോണിയാഗാന്ധി അല്ലേ? എന്താവാതിരിക്കുന്നേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഞാൻ തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല.